നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മിനിയൂട്ടിയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് മിനിയൂട്ടി കാണുന്നതും വിസിറ്റ് ചെയ്യുന്നതും. ഞാൻ വിചാരിച്ചത് ഇവിടെ ഒന്നും അധികം കാണാനൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ കാണുന്ന പോലെയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ കാണാനും ട്രൈ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓൾമോസ്റ്റ് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫാൻസി ഐറ്റംസ് ആയാലും ടോയ്സ് ആയാലും ഫുഡായാലും. ഫസ്റ്റ് തന്നെ ഞാനും മമ്മിയും ലുലും പോയത് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലേക്കാണ്. നമുക്കിവിടെ അണ്ടർ വാട്ടർ ടണലും ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരുപാട് ഫിഷസും ഒരുപാട് അക്വേറിയങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് അണ്ടർ വാട്ടർ അക്വേറിയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് അക്വേറിയം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്. ലുലും നല്ല ഹാപ്പി ആയിരുന്നു, കാരണം അവളും ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. ഈ ഒരു സെക്ഷനിലൊക്കെ വന്നപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു സെക്ഷൻ ഒന്നും പറയില്ല ഗൈസ്, നല്ല അടിപൊളിയാണ്. കാരണം ഫുള്ള് ഇരുട്ടിൽ ഇതുപോലെ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫിഷസിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതും ഓരോ അക്വേറിയങ്ങളുടെ ഉള്ളിൽ ഓരോരോ ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്വേറിയം ഇതാണ്. നല്ലൊരു ഗ്രീനി ടൈപ്പ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ ഒരു അക്വേറിയത്തിൽ തന്നെ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറാണ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. എല്ലാ അക്വേറിയങ്ങളും ഓരോരോ വെറൈറ്റി ടൈപ്സിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല നേച്ചർ തീമിലുണ്ടായിരുന്നു, സീ തീമിലുണ്ടായിരുന്നു, കളർ തീമിലുണ്ടായിരുന്നു, ലൈറ്റ് തീമിലുണ്ടായിരുന്നു, അങ്ങനെ കുറേ തീമിലുണ്ടായിരുന്നു. ഇനിയും പറയാത്ത ഒരുപാടെണ്ണം ഉണ്ട്. അങ്ങനെ അക്വേറിയങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഈ ഒരു മിറർ റൂമിലേക്കായിരുന്നു. ഫുൾ ചുറ്റും മിറേഴ്സായിട്ട് ശരിക്കും നമ്മളിങ്ങനെ കൺഫ്യൂസ് ആക്കും. ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കണോണ്ട് തന്നെ എനിക്ക് കൂടുതൽ കൺഫ്യൂസ് ആയിരുന്നു. ശരിക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ചുറ്റിലും മൊത്തം മിറേഴ്സ് മാത്രം. എനിക്ക് ഈ ഒരു മിററിൻ്റെ സംഭവം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് സിപ്പ് ലൈൻ കണ്ടത്. സിപ്പ് ലൈനിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഉമ്മയും മമ്മിയും സമ്മതിച്ചില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് പെറ്റ്സ് പാർക്കിലേക്കാണ്. പെറ്റ്സ് പാർക്കിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കുറേ ബേഡ്സിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറേ ബേഡ്സിനെ പിടിച്ചിട്ടും കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഇവരുടെ സീഡ്സൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും ഇവരിങ്ങനെ നല്ല പറന്ന് ഈ സെക്ഷനിൽ തന്നെയാണ് ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തത്. നെക്സ്റ്റ് ആയിട്ട് എനിക്കിതാ ഇവനെ ഒന്ന് പിടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആളിത്തിരി വാശിക്കാരനാണ്. നമ്മൾ എത്ര വിളിച്ചിട്ടും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ശരിക്കും എത്ര വിളിച്ചാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മളെ കുറേ കളിപ്പിച്ചൊരു സംഭവമാണ് ഇത്. ശരിക്കും നമ്മളെല്ലാം കളിപ്പിച്ച് നമ്മൾ ആ മീനുകളിലാണ് കളിപ്പിച്ചത്. കാരണം നമ്മൾ എവിടേക്കാണ് കൈ വെക്കുന്നത് അവിടേക്ക് ഇവരെല്ലാവരും ഓടി വരും. ഇവരിങ്ങനെ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ലിക്ക് ചെയ്തോണ്ടേ ഇരിക്കും. ആദ്യം വെക്കുമ്പോൾ ഒരു എന്തോ പോലെ തോന്നുമെങ്കിലും പിന്നെ അത് ശരിയായിക്കോളും. അവിടെ കുറേ പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, കുറേ പെറ്റ്സിന് പിടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും അധികം പിടിക്കാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് പോയത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക്. ഇത് നല്ല വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. ആദ്യം നമ്മൾ 3 പേരാണ് കയറിയതെങ്കിലും പിന്നെ ഉമ്മയും മമ്മിയൊക്കെ വന്നിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഇത്ര ലോങ് ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ നടക്കുന്നത്. അതുകൊണ്ട് അടിയിലേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നപ്പോൾ ഫുള്ള് ശരിയായി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിച്ചതും പിന്നെ വേണ്ടായിരുന്നു തോന്നിയതും ആണ് കേട്ടോ ഈ ഒരു ടവർ. ഇവര് പറഞ്ഞത് ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു മിനിയൂട്ടിയുടെ ഫുൾ വ്യൂ കാണാന്നാണ് പറഞ്ഞത്. അതും ഇങ്ങോട്ട് കയറിയാലും ഇതിന്റെ ഉള്ളിലേക്കും കയറാൻ കുറെ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കയറി നമ്മൾ ഇതിന്റെ ടോപ്പിലെത്തും. അതായത് ഈ ഒരു മിനിയൂട്ടി ഫുള്ള് തന്നെ നമുക്ക് കാണാം. മിനിയൂട്ടി മാത്രമല്ല, അതിൻ്റെ പാർക്കിംഗ് ഏരിയയും ചുറ്റുമുള്ള പ്രദേശം മൊത്തം നമുക്ക് അവിടെ നിന്ന് കാണാം. പിന്നെ ലുലു ഫുൾ മൂഡ് ഓൺ ആയിരുന്നു. പിന്നെ അവൾക്ക് ഈ ഒരു പാർക്കിൽ കയറണം പറഞ്ഞുകൊണ്ട് പാർക്കിലും കൂടി അവളെ കയറ്റി. നന്നായിട്ട് തന്നെ ലുലു എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലുലു മാത്രമല്ല, ഞങ്ങളും കൂടി നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറയാൻ പറ്റില്ല, സ്നാക്സ് നമ്മൾ കുറച്ച് നല്ല വയറൊക്കെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും ഒരു ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിനെ പറ്റിയൊന്നും ഒന്നും പറയാനില്ല ഗൈസ്, കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. മിനിയൂട്ടി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റി, അതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. അങ്ങനെ മിനിയൂട്ടിയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഹൈലൈറ്റും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഹൈലൈറ്റ് എത്തി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഹൈലൈറ്റിൽ വരുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. വെക്കേഷൻ ആയതുകൊണ്ട് തോന്നുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നേരെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. സോ കിട്ടുന്ന ക്ലിപ്സൊക്കെ അങ്ങനെ എടുത്തു. അധികം ഒന്നും നേരെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഹൈലൈറ്റിലും കയറി ഒരു 2-3 ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്തായാലും ഒന്ന് സ്നോലും കൂടിയും കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ സ്നോലും കൂടിയും ശരിക്കും ഗൈസ് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ സ്നോന്റെ ഉള്ളിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ക്ലിപ്സ് ഇതിന്റെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഗൈസ് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ബിഗ് സർപ്രൈസും കൂടി കാണാൻ കണ്ടത് വേറെ ആരെയല്ല, യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയ ശരത്തേട്ടനെയും വൈഫിനെയാണ്. ചേച്ചിയും ചേട്ടനും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല കൂളായിട്ടാണ് സംസാരിച്ചത്. അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു സെൽഫി എടുത്തിട്ടുണ്ട്, അത് ഞാനിതിൽ ആഡ് ചെയ്യാം. ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു, ഞാൻ നന്നായി തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.